ഇത്തവണ ഓണസദ്യക്ക് വിളമ്പാനായിട്ട് നല്ല പിങ്ക് കളറിലുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ? അതും ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ട്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കൈമ റൈസ് അഥവാ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഇതുപോലുള്ള ചെറിയ അരിയാണ് പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് നല്ലത് കേട്ടോ. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി അരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാക്കറ്റ് പാലാണ് ചേർത്തിരിക്കുന്നത്. അതും കാച്ചാത്ത പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാടയൊന്നും കെട്ടാതെ ഇളക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം, പാടയൊക്കെ കെട്ടാതിരിക്കാൻ. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ പാലിലെ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിൽ കിടന്ന് ഈ അരി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി സെപ്പറേറ്റ് ആയിട്ട് കുക്കറിൽ ആദ്യം വേവിച്ചിട്ട് പിന്നെ പാലിൽ മിക്സ് ചെയ്താലും മതി. പക്ഷേ പായസത്തിൻ്റെ തനത് ഫ്ലേവർ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാലിൽ കിടന്ന് വേണം അരി വേവാനായിട്ട്. അപ്പോൾ അത് കാരണം ഞാനിതുപോലെ ഓപ്പൺ കുക്കിംഗ് ആയിട്ട് വേവിച്ചെടുക്കുന്നത്. മാത്രമല്ല ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് ഉടനെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് ഒന്നും കൂടിയിട്ടൊന്ന് ഉരുകി അതുപോലെ ഈ ചോറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി ഒന്ന് കാരമലൈസ് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഒരുപാട് ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിമിൽ നിന്ന് അപ്പോൾ തന്നെ പാനൊന്ന് പൊക്കി ഇതുപോലെ ഒന്ന് വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ പായസത്തിന് കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കാരമൽ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള പായസം മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ കാരമലൊക്കെ എന്തെങ്കിലും കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലൊരു പിങ്ക് കളറൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചോറ് ഒന്ന് ഉടച്ചു കൊടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇത് ഇരിക്കും തോറും ചൂടാറുന്തോറും കുറുകി വരുന്നൊരു പായസമാണ്. ഇത്ര ഉള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളർ പായസം, അതും ബിരിയാണി അരി കൊണ്ടുണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത്തവണ ഓണത്തിന് ഇതുപോലൊന്ന് പാൽപ്പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.